പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനാവലിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമാൻ രാഹുൽ ഗാന്ധി തൻ്റെ ആദ്യ പ്രസംഗത്തിൽ, അടൂരിലായിരുന്നു, ആ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. എനിക്ക് ആമുഖമായി പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPM-ൻ്റെ, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന CPM-ൻ്റെ, അല്ലെങ്കിൽ മൂന്നാം ഭരണം പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന CPM-ൻ്റെ നട്ടെല്ല് തകർക്കുന്ന, അവരുടെ അടിവേര് അറക്കുന്ന, അല്ലെങ്കിൽ അവരെ ചവതച്ച് ചമ്മന്തിയാക്കുന്ന വാദമുഖങ്ങളാണ് തൻ്റെ ഹ്രസ്വമായിട്ടുള്ള തൻ്റെ ആദ്യ പ്രസംഗത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്നാണ്. രണ്ട് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പ്രസംഗത്തിൽ. അതിൽ റബ്ബറിന് തറവില കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്, ഞാനത് ഒഴിവാക്കുകയാണ്. രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാറുള്ളത്. അതിലാദ്യത്തെ വിഷയം എന്ന് പറയുന്നത് BJP-യും CPM-ഉം തമ്മിലുള്ള ഡീലിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കറിയാലോ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ BJP-CPM ഡീലിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പല മണ്ഡലങ്ങളിലും BJP-യുടെ ലക്ഷ്യം CPM-നെ സഹായിക്കലാണ് എന്ന് ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിലും പല മണ്ഡലങ്ങളിൽ ആ ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, BJP-CPM തമ്മിലുള്ള അന്തർധാര സംബന്ധിച്ചുള്ള ചർച്ച കേരളത്തിൽ കുറേ വർഷങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിണറായി വിജയനെ BJP അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ള വാദഗതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഉയർന്നു കേൾക്കുന്നതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി തൻ്റെ അടൂരിലെ പ്രസംഗത്തിലൂടെ CPM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്താണ് എന്ന് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു എന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് യഥാർത്ഥത്തിൽ CPM-ൻ്റെ മസ്തകം തകർക്കുന്ന ഒരു വാദമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ വാദഗതികൾ ഇതാണ്. അദ്ദേഹം പറഞ്ഞു, BJP-യുടെയും കോൺഗ്രസിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. BJP-യുടെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത CPM-ന് BJP-യെ ചെറുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, BJP-യും CPM-ഉം തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഒരു ഡീലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഉദാഹരണം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഈ BJP-യെ ശക്തമായി എതിർക്കുന്ന, അല്ലെങ്കിൽ BJP-യുടെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ശക്തമായി എതിർക്കുന്നവരെ BJP തിരിച്ച് ആക്രമിക്കും, തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് BJP എനിക്കെതിരെ ആക്രമണം നടത്തുന്നത് എന്ന് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞാൻ BJP-ക്കെതിരെയും BJP-യുടെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും അതിശക്തമായി എതിർക്കുന്നതുകൊണ്ടാണ് എനിക്കെതിരെ BJP അതിശക്തമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, എനിക്കെതിരെ 36 കേസുകളാണ് BJP കൊടുത്തിട്ടുള്ളത്. എനിക്കെതിരെ 36 കേസുകൾ. ഓർക്കണം, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. 100ഓളം MP-മാരെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തനിക്കെതിരെ 36 കേസുകൾ BJP കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഇടതടവില്ലാതെ 55 മണിക്കൂറുകളാണ് എന്നെ BJP-യുടെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തത്. 55 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഇൻട്രോഗേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടതടവില്ലാതെ 55 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്കെതിരെ 36 കേസുകൾ എടുക്കുന്നു, എനിക്കെതിരെ 55 മിനിറ്റ് എന്നെ ചോദ്യം ചെയ്യുന്ന BJP കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ?
ഇല്ല. എന്നാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കാവുന്നതും ഇൻട്രോഗേറ്റ് ചെയ്യാവുന്നതും ചോദ്യം ചെയ്യാവുന്നതുമായിട്ടുള്ള എത്ര കേസുകൾ കിടക്കുന്നു? ആ കേസുകളിലേക്ക് എന്തെങ്കിലും ഒരു കേസിൽ തുടർ നടപടികൾ BJP എടുത്തിട്ടുണ്ടോ? മോദി എടുത്തിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. അപ്പം അതാണ് BJPയും CPM-ഉം തമ്മിൽ ഉള്ള ഡീൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ശക്തമായ തെളിവ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാണ് ഒന്നാമത് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ. രണ്ടാമതൊരു വിഷയവും കൂടി അദ്ദേഹം എടുത്തു. അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ ഒരു വലിയ പെരുങ്കൊള്ള നടന്നു. ആ പെരുങ്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് CPM-കാരാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം CPM-കാർ കട്ടുകൊണ്ടുപോയി. സ്വർണം ചെമ്പാക്കി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കട്ടുകൊണ്ടുപോയത്. സ്വർണം കട്ടത് ആരപ്പ എന്ന് പറയുന്ന ആ ഒരു പാരഡി ഗാനത്തിൻ്റെ ഒരു വാക്ക് വരെ രാഹുൽ ഗാന്ധി ചൊല്ലി. അപ്പോൾ CPM-കാരാണ് ഈ സ്വർണം, അയ്യൻ്റെ സ്വർണം, കോടിക്കണക്കിന് വില വരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയത് ശബരിമലയിൽ നിന്ന്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയ നരേന്ദ്രമോദി ആ കാര്യത്തെക്കുറിച്ച് ഒരു വാചകം ഉരുവിട്ടോ? രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇവിടെ ഒന്ന് വലിയ പ്രസംഗം നടത്തിയല്ലോ നരേന്ദ്രമോദി. എന്നാൽ CPM-ന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയെക്കുറിച്ചിട്ട് ഒരു വാചകം ഉന്നയിച്ചോ നരേന്ദ്രമോദി എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചും അമ്പലങ്ങളെക്കുറിച്ചും ഒക്കെ വാചാലമായി നരേന്ദ്രമോദി സംസാരിക്കും. പക്ഷേ അദ്ദേഹം ശബരിമലയിൽ ഒരു കൊള്ള നടന്നതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നടന്ന ഈ ശബരിമല പെരുങ്കൊള്ളയെക്കുറിച്ചിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതാ, തനിക്ക് 10 വോട്ട് കിട്ടുമെങ്കിൽ ശബരിമലയെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും പള്ളികളെക്കുറിച്ചിട്ടും ഒക്കെ നരേന്ദ്രമോദി വാചാലമായി സംസാരിക്കും. അതൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി കുറച്ച് വോട്ടുകൾ കിട്ടണം എങ്കിൽ. എന്നാൽ കേരളത്തിൽ വന്ന് വലിയ വായിൽ പ്രസംഗിച്ചിട്ട് പോയിട്ടും കേരളത്തിലെ ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയെക്കുറിച്ചും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം CPM-കാർ കട്ടുകൊണ്ടുപോയതിനെക്കുറിച്ചും ഒരു വാക്കുപോലും നരേന്ദ്രമോദി പറഞ്ഞില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നത്? ഇത് അവർ തമ്മിൽ ഒരു പരസ്യ ധാരണയുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി തൻ്റെ ഹ്രസ്വമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞത്. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ക്രാക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വാദഗതിയിലൂടെ CPM-ന്റെ മസ്തകത്തിനൊരു അടി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. CPM-ന്റെ ഒരു അടിവേരറക്കുന്ന വാദഗതിയാണ്. തെരഞ്ഞെടുപ്പിൽ CPM-നെ മുട്ടുകുത്തിക്കുന്ന വാദഗതിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമ്മൾ ഓർക്കണം, തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാണ്ട് 8 ദിവസം ഉള്ളപ്പോഴാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് ഈ CPM BJP അന്തർധാരയും ഈ ശബരിമല കൊള്ള എന്ന് പറയുന്ന വിഷയവും പ്രചരണത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു വലിയ നിർണായകമായിട്ടുള്ളൊരു സ്റ്റെപ്പല്ലേ സുഹൃത്തുക്കളെ? CPM-നെയും BJP-യെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന അതിശക്തമായിട്ടുള്ള വാദഗതിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് പറഞ്ഞിട്ടിപ്പോൾ 2 ദിവസമായിട്ടും അതിനെതിരായിട്ട് അത് കേട്ടെന്നും നടിക്കുന്നില്ല CPM-ഉം BJP-യും. ഇങ്ങനെ അതിശക്തമായി 2 വാദങ്ങൾ CPM-നെതിരെയും BJP-ക്കെതിരെയും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടും അതിന് മറുപടിയില്ല. അതിന് CPM-ന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയില്ല, BJP-യുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയില്ല. നരേന്ദ്രമോദി നടത്തിയ ഈ പ്രസംഗത്തെ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി എതിർത്തത്. എന്നിട്ടും മറുപടിയില്ല. കാരണം മറുപടി പറഞ്ഞാൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകൂ എന്ന് CPM-നും അറിയാം, BJP-ക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഈ ശബരിമല വിഷയവും ഈ BJP CPM ധാരണയും തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് രാഹുൽ ഗാന്ധി വഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിൽ ശബരിമല വിഷയവും BJP CPM അന്തർധാരയും പ്രചരണത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുന്നതോടുകൂടി UDF-കാർ മുഴുവൻ ഈ 2 വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും. ഈ 2 വിഷയങ്ങളിൽ കൂടി കേന്ദ്രീകരിക്കുമ്പോൾ CPM-ന് തിരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള നഷ്ടമായിരിക്കുമെന്നും
CPM-ന്റെ പരാജയത്തിന് അത് വലിയ കാരണമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്ര ശക്തമായി ഇത്ര അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉൾപ്പെടെയുള്ളവരെ രാഹുൽ ഗാന്ധിയോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും തോന്നുക.